Welcome back to our maths class. Second question നോക്കാം. How many consecutive natural numbers starting from 1 should be added to get 300? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നമ്മൾ സമ്മ് കാണാൻ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രം 1 കാണാനുള്ള ഫോർമുല എന്താ? സമ്മ് കാണാനുള്ള ഫോർമുല സം ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 300 ആണ്. അപ്പോൾ ഇനി ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഈക്വൽ 300 എന്ന് പറയുമ്പോൾ 300 ബൈ 1 ഇടുക. ഇനി നമുക്കത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു ഇതിനെ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതന്നെ കിട്ടും. ഈക്വൽ ടു 300 ഇൻറ്റു 2. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു 600. നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ n സ്ക്വയർ പ്ലസ് n ഈക്വൽ ടു 600 എന്ന് വരും. ഇനി 600 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ n സ്ക്വയർ പ്ലസ് n മൈനസ് 600 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതിൽ a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നതും 1 ആണ്, c എന്ന് പറയുന്നത് മൈനസ് 600 ആണ്. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a മൈനസ് ബി മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, 1 ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 600 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഈ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ 1. ഈ രണ്ട് മൈനസും കൂടെ ഇവിടെ പ്ലസ് ആവും, 2400 കിട്ടും, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2401 ഡിവൈഡഡ് ബൈ 2. 2401 സ്ക്വയർ റൂട്ട് ഉണ്ട്. സ്ക്വയർ റൂട്ട് വരുന്നത് 49 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് രണ്ടും കൂടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ n ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 49 ബൈ 2 വരും. അതേപോലെ n ഈക്വൽ ടു മൈനസ് 1 മൈനസ് 49 ബൈ 2 വരും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 48 ബൈ 2 വരും. 48 ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്. ഇവിടെ നമുക്ക് കിട്ടുക മൈനസ് 50 ബൈ 2 ആണ്. മൈനസ് 50 ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് 25 വരിക. അപ്പോൾ n ഒരിക്കലും മൈനസ് വരില്ല. അപ്പോൾ എത്ര ടേംസിൻ്റെ സമ്മാണ് 300 എന്ന് പറയുന്നത്? 24 ടേംസിൻ്റെ സമ്മാണ് 300 എന്ന് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ആഡഡ് ടു 1 ഗിവ്സ് ഇറ്റ്സ് ഓൺ സ്ക്വയർ? ഒരു നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ അതിൻ്റെ സ്ക്വയർ കിട്ടും. അങ്ങനെയുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? നമ്പർ ഈക്വൽ ടു എക്സ് എടുക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്പർ ഈക്വൽ ടു എക്സ്. ആ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് അതിൻ്റെ സ്ക്വയർ ആണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റാം. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ എഴുതി. എക്സ് സ്ക്വയറിൻ്റെ അടുത്തേക്ക് ഈ എക്സിനെ കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ്, ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി നമുക്ക് ആ ഫോർമുല എഴുതാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതിൽ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 1 ആണ്, സി എന്ന് പറയുന്നതും മൈനസ് 1 ആണ്. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1ൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1 സ്ക്വയർ 1.
ഈ രണ്ട് മൈനസും കൂടെ ഇവിടെ പ്ലസ് ആവും. 4 × 1 × 1 എന്ന് പറഞ്ഞാൽ 4 തന്നെ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1 ± √5/2 കിട്ടും. √5നെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല, അപ്പോൾ അത് അങ്ങനെ എഴുതാനേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ രണ്ട് വാല്യൂസ് ഒന്ന് മാറ്റി എഴുതാം. എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടുന്നത് x = 1 + √5/2 കിട്ടും. അതേപോലെ തന്നെ x = 1 - √5/2 കിട്ടും. ഇതാണ് എക്സിൻ്റെ രണ്ട് വാല്യൂസ് വരുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. In writing the equation to construct a rectangle of specified perimeter and area, the perimeter was wrongly written as 24 instead of 42. The length of a side was then computed as 10 meter. What is the area in the problem? What are the length of the sides of the rectangle in the correct problem? അതായത് ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ എഴുതി. അപ്പോൾ ആ ഇക്വേഷൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. മിസ്റ്റേക്ക് ഏരിയ കറക്റ്റ് ആയിരുന്നു, പക്ഷേ പെരിമീറ്ററിലാണ് അവിടെ മിസ്റ്റേക്ക് പറ്റിയത്. പെരിമീറ്റർ എന്താ എഴുതിയത്? 42ന് പകരം കൊണ്ടുപോയിട്ട് 24 എന്ന് എഴുതി. അങ്ങനെ പെരിമീറ്റർ 24 എടുത്ത് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലെങ്ത്ത് എത്രയാണ്? 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ 24 എടുത്ത് ചെയ്തപ്പോൾ കിട്ടിയ ലെങ്ത്ത് L = 10 ആണ്. പക്ഷേ ഏരിയയ്ക്ക് വ്യത്യാസമില്ല. ഏരിയ 42 എടുത്താലും 24 എടുത്താലും കറക്റ്റ് ഏരിയ അവിടെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും അപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കറക്റ്റ് പെരിമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും 42 ആണ് വേണ്ടത്. പക്ഷേ റോങ്ലി എടുത്തിട്ടുള്ള പെരിമീറ്റർ 24 ആണ്. അങ്ങനെ എടുത്ത് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് തെറ്റായി എഴുതിയിട്ടുള്ള പെരിമീറ്ററിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2 × L + B = 24. അപ്പോൾ 2L + B = 24 ഡിവൈഡഡ് ബൈ 2 = 12. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 12 ആണ്. അതായത് റോങ്ലി ആയിട്ട് പെരിമീറ്റർ 24 എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി വരുന്ന മെഷർ 12 ആണ്. അതെടുത്ത് ചെയ്തപ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടിയത് ലെങ്ത്ത് 10 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ L = 10 കൊടുക്കുകയാണെങ്കിൽ B = എന്തായിരിക്കും വരിക? B = 12 - 10 = 2 വരും. ഇപ്പോൾ നമുക്ക് തെറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. അപ്പോൾ നമുക്ക് അതിന് എന്ത് കണ്ടെത്താൻ സാധിക്കും? ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ സാധിക്കും. ഏരിയ എന്ന് പറയുന്നത് L × B ആണ്. അതായത് 10 × 2 = 20 ആയിരിക്കും ഏരിയ വരിക. അപ്പോൾ പെരിമീറ്റർ തെറ്റിയിട്ട് ചെയ്താലും ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര തന്നെയാണ്? 20 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീണ്ടും നമുക്ക് കറക്റ്റ് എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നോക്കാം. അപ്പോൾ കറക്റ്റ് പെരിമീറ്റർ എത്രയാണ്? 24 ആണ് വേണ്ടത്. അപ്പോൾ 2 × L + B = 42. L + B = 42 ഡിവൈഡഡ് ബൈ 2 = 21. ഇനി നമുക്കിവിടെ അങ്ങനെയുള്ളപ്പോഴത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് അറിയില്ല. അപ്പോൾ L = x എന്ന് എടുക്കുകയാണെങ്കിൽ B = എത്രയാണ്? 21 - x വരും. അപ്പോൾ അങ്ങനെ ഇതെടുത്ത് ചെയ്യുമ്പോഴും കിട്ടുന്ന ഏരിയ എത്ര തന്നെയാണ്? 20 തന്നെയാണ്. അപ്പോൾ ഏരിയയിൽ നിന്ന് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഏരിയ = 20 ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും x × 21 - x = 20. ഇനി ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 21x - x² = 20. ഇനി 20നെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം 21x - x² - 20 = 0. ഇനി നമുക്ക് കറക്റ്റ് ഓർഡറിൽ എഴുതുക ആദ്യം. അപ്പം -x² + 21x - 20 = 0. ഇനി നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ x² - 21x + 20 = 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -21 ആണ്, സി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ x =
minus b plus or minus root of b square minus 4ac divided by 2a. അപ്പോൾ minus of minus 21 plus or minus root of minus 21 square minus 4 into 1 into 20. c എന്ന് പറയുന്നത് 20 ആണ്, divided by 2 into 1. ഇവിടെ 21 കിട്ടും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 21ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441 ആണ്, മൈനസ് 80 വരും, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് 441 നിന്ന് 80 സബ്ട്രാക്റ്റ് ചെയ്യുക. Three 361 divided by 2 equal to 21 plus or minus 19 divided by 2. അപ്പോൾ ഇനി നമുക്ക് രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x equal to 21 plus 19 by 2 equal to 40 by 2 equal to 20, or x equal to 21 minus 19 divided by 2 equal to 2 by 2 equal to 1. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് 20യും 1ഉമാണ്. അപ്പോഴാണ് ഏരിയ 20 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ L ഈക്വൽ ടു 20, B ഈക്വൽ ടു 1. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. In copying a second degree equation to solve it, the term without x was written as 24 instead of minus 24. The answer found were 4 and 6. What are the answers of the correct problem? ഇവിടെ അതേപോലെ തന്നെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോപ്പി ചെയ്ത സമയത്ത് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമുക്കറിയാം അവിടെ വിത്തൗട്ട് എക്സ് വരുന്നൊരു ടേം ഉണ്ട്. അതായത് സി എന്ന് പറയുന്ന വാല്യൂവിന് പകരം എഴുതിയത് തെറ്റായിട്ട് എഴുതിയത് 24 ആണ്. ശരിക്കും കറക്റ്റ് അവിടെ വേണ്ടിയിരുന്നത് എത്രയായിരുന്നു? -24 ആയിരുന്നു. അപ്പോൾ തെറ്റിയിട്ട് -24 എടുത്ത് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്, എക്സിന് കിട്ടിയിട്ടുള്ള രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് 4ഉം 6ഉമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തെറ്റായിട്ട് എഴുതിയിട്ടുള്ള, അതായത് തെറ്റായിട്ട് 24 എടുത്ത് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ ആണല്ലോ ഈ 4ഉം 6ഉം. അപ്പോൾ അത് ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുത്തിട്ടാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ അത് കണ്ടെത്തേണ്ടത് നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോവേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എക്സ് ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു 6ഉമാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു 4നെ ഈ 4നെ എക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്നാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി. അതേപോലെ ഇവിടെ എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂസിനെ നിന്ന് കിട്ടിയതാണ് ഈ രണ്ട് ഫാക്ടേഴ്സ് എന്നാണ് ഇതിന് പറയുക. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 6 6x. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -4x. ഇനി -4ഉം -6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +24 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. നമുക്ക് രണ്ടും സെയിം സൈനാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 10x ആണ്. +24 ഈക്വൽ ടു 0. ഈ ഇക്വേഷനാണ് തെറ്റായിട്ട് എടുത്ത് ചെയ്തത്. കണ്ടില്ലേ, ഇവിടെ +24 ആണ് എടുത്തിട്ട് ചെയ്തത്. അപ്പോൾ കിട്ടിയ ആൻസർ ആണ് നമുക്ക് 4ഉം 6ഉം. കറക്റ്റ് എന്താ വേണ്ടിയിരുന്നത്? ഇവിടെ -24 ആണ് വേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ കറക്റ്റാക്കി എഴുതുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 10x ഈ +24 മാറ്റിയിട്ട് -24 ആക്കുക. ഇനി നമ്മൾ സാധാരണ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ചെയ്യാം.
അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a മൈനസ് ബി ഇതിൽ എക്സ് എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -10 ആണ്, സി എന്ന് പറയുന്നത് -24 ആണ്. അപ്പോൾ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് -10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -10 സ്ക്വയർ -4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറയുന്നത് -24 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. മൈനസ് ഓഫ് -10 എന്ന് പറഞ്ഞാൽ 10 വരും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. ഈ മൈനസും കൂടെ പ്ലസ് ആവും. 4നെ 24 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 96 ഡിവൈഡഡ് ബൈ 2. 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് 196 ഡിവൈഡഡ് ബൈ 2. റൂട്ട് 196ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 14 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് 14 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് 2 എണ്ണാക്കിയിട്ട് എഴുതാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 10 പ്ലസ് 14 ബൈ 2 എന്ന് എഴുതാം. അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു 10 മൈനസ് 14 ബൈ 2 എഴുതാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് 24/2 വരും, ഈക്വൽ ടു 12. ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് -4/2 ഈക്വൽ ടു -2 കിട്ടും. അപ്പോൾ ശരിക്ക് എക്സിൻ്റെ വാല്യൂസ് എന്തായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്? 12ഉം -2ഉമാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്നുള്ള ഒരു ടോപ്പിക്. ഇതിലെ പോളിനോമിയൽസിനെ കുറിച്ചാണ് പറയുന്നത്. പോളിനോമിയൽസ് നിങ്ങൾ 9th നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എക്സിന് p(x) എന്ന് പറയുന്ന ഒരു പോളിനോമിയലിൽ എക്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പോളിനോമിയൽ p(x) equal to 4x square plus 24x plus 11, what number should we take as x to get p(x) equal to 0? അതായത് ഈ തന്നിരിക്കുന്ന p(x)ൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് 0 കിട്ടുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കണ്ടെത്തുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നിരിക്കുന്ന p(x)നെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ഈ p(x)നെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ 4x² പ്ലസ് 24x പ്ലസ് 11 ഈക്വൽ ടു 0. ഇപ്പോൾ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. ഇനി ഇതിൽ നമുക്കറിയാം എയുടെ വാല്യൂ എത്രയെന്നുള്ളത് അറിയാം. എ 4 ആണ്, ബി ഈക്വൽ ടു 24 ആണ്, സി ഈക്വൽ ടു 11 ആണ്. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ -24 ആണ്, പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ 24 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഈസ് ഓൾസോ 4 ഇൻറ്റു സി ഈസ് 11 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. -24 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 24ൻ്റെ സ്ക്വയർ 576 ആണ്, മൈനസ് ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 176 ആണ്, ഡിവൈഡഡ് ബൈ 8. എക്സ് ഈക്വൽ ടു -24 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 576ൽ നിന്ന് 176 സബ്ട്രാക്ട് ചെയ്താൽ 400 കിട്ടും, ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു -24 പ്ലസ് ഓർ മൈനസ് റൂട്ട് 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്, ഡിവൈഡഡ് ബൈ 8. ഇനി നമുക്കിതിനെ രണ്ടാക്കിയിട്ട് എഴുതാം. എക്സ് ഈക്വൽ ടു
-24 പ്ലസ് 20/8 എഴുതാം. അതേപോലെ തന്നെ x ഈക്വൽ ടു -24 -20 /8 എഴുതാം. ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് -4/8 ആണ്. ഈ -4/8 ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1/2 എന്ന് കിട്ടും. ഇവിടെ രണ്ടും സെയിം സൈൻ ആണ്, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ -44 /8 ഇത് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -11/2 എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുള്ളത് -1/2 -11/2 ആണ്. ഈ രണ്ട് വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്ന ഈ പി ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇതേപോലെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പി ഓഫ് എക്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പി ഓഫ് എക്സ് തന്നിരിക്കുന്നത് 4x² - 16x + 15 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് എഴുതുക. ആദ്യം 4x² - 16x + 15 = 0. ഇതിൽ നിന്ന് എയുടെ വാല്യൂ 4 എഴുതുന്നു, b = -16, c = 15, x = -b ± (b² - 4ac) / 2a. Minus b is also -16, minus of -16 plus or minus (-16 square minus 4 into 15 divided by 2 into 4. Minus of -16 is 16 plus or minus (16 square 256 minus 240 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 16 പ്ലസ് ഓർ മൈനസ് (16) കിട്ടും ഡിവൈഡഡ് ബൈ 8. അപ്പോൾ എക്സ് ഈക്വൽ ടു 16 പ്ലസ് ഓർ മൈനസ് (16) ഈസ് 4 ഡിവൈഡഡ് ബൈ 8. ഇനി നമുക്ക് ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എക്സ് ഈക്വൽ ടു -16 പ്ലസ് 4/8 കിട്ടും. അതേപോലെ എക്സ് ഈക്വൽ ടു 16 മൈനസ് 4/8 കിട്ടും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ചെയ്താൽ 20/8 വരും. 20/8 നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/2 കിട്ടും. ഇവിടെ 4 സബ്ട്രാക്ട് ചെയ്താൽ 12 വരും, 12/8 വരും. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക 3/2 ആണ്. അപ്പോൾ എക്സിന് ഇവിടെ രണ്ട് വാല്യൂസ് കിട്ടിയിരിക്കുന്നത് 5/2 3/2 ആണ്. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഈ പി ഓഫ് എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷായി. മെയിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്, ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡും സെക്കൻഡ് വൺ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലെ എല്ലാ ഇക്വേഷൻസും നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ വെച്ച് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ്റെയും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.